ഹായ് എവരിവൺ. ഞാൻ ഇന്ന് ഇവിടെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു ഹൈ പ്രോട്ടീൻ ലഞ്ചാണ്. ഓക്കെ, ഐ വിൽ ഷോ യു ദാറ്റ് ദിസ് വൺ. ഓക്കെ, ഇത് ഒരു ചിക്കൻ മഷ്റൂം സോസ് അങ്ങനെ പറയാം. 85 ഗ്രാം ഓഫ് പ്രോട്ടീനും അതുപോലെ 721 കാലറീസും അടങ്ങിയിട്ടുള്ള ഒരു ലഞ്ചാണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം, അഭിപ്രായം അറിയിക്കുക. വേറൊന്നും ഞാനിവിടെ പറയുന്നില്ല. ബൈ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 231 ഗ്രാം ഓഫ് അല്ലെങ്കിൽ ഒരു 230 ഗ്രാം ഓഫ് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഫോർക്ക് എടുത്തിട്ട് പോക്ക് ചെയ്യുക. വളരെ മൈന്യൂട്ടായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് പോക്ക് ചെയ്ത് കൊണ്ടുവരണം. ഹോൾസ് ഉണ്ടാക്കണം. അതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ്. ആവശ്യത്തിന് കുരുമുളക് പൊടി ഇടുക. 2 സൈഡിലത്തേക്കും വേണ്ടിയിട്ട് ഞാൻ ഒരുമിച്ച് അതിനകത്ത് ഇടുകയാണ്. അതുപോലെ പാകത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഞാൻ കുരുമുളകിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് പറയുന്നില്ല, കാരണം ആവശ്യാനുസരണം ഇട്ടാൽ മതിയാകും. നന്നായിട്ട് ഞാനിതിനെ ഫുള്ള് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റിലേക്ക് കംപ്ലീറ്റ്ലി ഞാൻ ഇട്ട് കൊടുത്തു. ദെൻ ഞാനിപ്പോൾ ഒലീവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ ഓഫ് ഒലീവ് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നമ്മൾ ഈ പാനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ചിക്കൻ ബ്രസ്റ്റ്. ഓൾറെഡി ചിക്കൻ ബ്രസ്റ്റിൽ നല്ല വെള്ളമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അടച്ചു വെച്ച് വേവിച്ചാലും പ്രശ്നമില്ല. കാരണം നമ്മൾ ഈ വെള്ളം പൊട്ടിത്തെറിക്കും. ഈ ചൂട് കയറുന്ന സമയത്ത് ഈ വെള്ളം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അടച്ചു വെച്ച് വേവിച്ചാലും മതിയായിരിക്കും. 2 സൈഡും ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഇതുപോലെ ബ്രൗണിഷ് കളറാകും. വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ടെക്സ്ചർ, നമുക്ക് എടുക്കുന്ന രീതി, അതെല്ലാം കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മളത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ദെൻ നമ്മൾ ഒണിയൻ എടുത്തു, കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. നമ്മൾ ഈ മുട്ടയ്ക്കും തോരനൊക്കെ ചെയ്യുന്ന പോലെ ചോപ്പ് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് ബിഗ് ഓണിയൻ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവരാം. അഗെയിൻ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ ഈ ഒരു ക്യൂബ് പോലെ ഒരു ചെറിയ പീസ് ബട്ടർ അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായി ചൂടായി വരട്ടെ. അതിലേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചോപ്ഡ് ഓണിയനാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് കളറൊക്കെ ആകുന്നത് വരെ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് ഓട്സ് പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ ഓഫ് ഓട്സ് പൗഡറാണ് ഞാൻ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നോർമലി പലരും ഇതുപോലെ പാസ്തയുടെയൊക്കെ ഒരു സോസോ അല്ലെങ്കിൽ ഒരു വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മൈദയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓട്സ് പൗഡർ യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഓട്സ് പൗഡറും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് ലോ ഫാറ്റ് മിൽക്കാണ്. 1 കപ്പ് ഓഫ് മിൽക്കാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെറുതായിട്ട് ബോയിലാകും. അപ്പോൾ ചെറിയ തിക്നെസ് ഉണ്ടാകും. തിക്കാകുമ്പോൾ എഗെയിൻ ആവശ്യാനുസരണം എന്ത് ചെയ്യണം, ഈ പറയുന്ന മിൽക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. സെയിം ലൈക്ക് പാസ്തയുടെ സോസ് ഉണ്ടാക്കുന്ന പോലെ. ഞാനതിലേക്ക് മഷ്റൂം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് കട്ട് ചെയ്തിട്ടുള്ള മഷ്റൂമായിരുന്നു. അഗെയിൻ മഷ്റൂമിൽ നിന്ന് നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ഇറങ്ങും. ഞാൻ വളരെ കുറച്ച് മാത്രം ഉപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നന്നായിട്ട് ബോയിലാവാൻ വേണ്ടി അനുവദിക്കുക. അടച്ചു വെച്ച് വേവിക്കുന്നതിലും തെറ്റില്ല. അത് ബോയിലായി വരുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഈ സോസ് അതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ സോസിൻ്റെ ഫ്ലേവറും കൂടി നമ്മളുടെ ചിക്കൻ ബ്രസ്റ്റിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. കൂടുതൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറിഗാനോയോ അല്ലെങ്കിൽ ബേസിലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇന്നിവിടെ അത് ഉപയോഗിച്ചിട്ടില്ല. ഇനി നമുക്കിതിനെ ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം. റെഡി ആയതിനു ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഈ ഫുഡിൽ 720 കിലോ കാലറിയും അതുപോലെ തന്നെ 85 ഗ്രാം ഓഫ് പ്രോട്ടീനും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.